യെസ്, ഈ സീസണിലെ ആദ്യത്തെ ത്രില്ലർ മത്സരം അതായിരുന്നു ഗുജറാത്തും രാജസ്ഥാനും തമ്മിലുള്ള കളിയിൽ നമ്മൾ കണ്ടത്. അവസാന ഓവറിലും എന്തിനു പറയുന്നു, അവസാന ബോളിൽ വരെ ആവേശമായിരുന്നു. നമുക്ക് അവസാന ഓവറിൽ നിന്ന് തന്നെ തുടങ്ങി നോക്കാം. അതായത് ലാസ്റ്റ് ഓവറിൽ ഗുജറാത്തിന് 10 റൺസായിരുന്നു ജയിക്കാനായിട്ട് വേണ്ടിയിരുന്നത്. ബോളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് തുഷാർ ദേശ്പാണ്ഡെ, സ്ട്രൈക്കിൽ റബാഡയും അതുപോലെ തന്നെ റഷീദ് ഖാനാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. 7 വിക്കറ്റോളം ഗുജറാത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു വളരെ ഡ്രമാറ്റിക് ആയിട്ടായിരുന്നു. അതായത് ഇതിന് മുന്നേ GT തോറ്റു എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ നിന്നായിരുന്നു തകർത്തടിച്ചുകൊണ്ട് തന്നെ റഷീദ് ഖാനും അതുപോലെ തന്നെ റബാഡിയും ഈ ഒരു ലെവലിലേക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 5 ഓവറിൽ 50 റൺസ് വേണ്ടിയിരുന്ന ആ ഒരു അവസരത്തിൽ നിന്നാണ് ഈ രണ്ടുപേരും ചേർന്നിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ലാസ്റ്റ് ഓവറിൽ 10 റൺസ് എന്നുള്ള രീതിയിൽ വരെ എത്തിച്ച്. എന്നാലൊരു ലാസ്റ്റ് ഓവർ എങ്ങനെ എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എറിയാന്നുള്ളത് തുഷാർ ദേശ്പാണ്ഡെ ഇന്നലെ കാണിച്ചു തന്നു. 10 റണ്ണ് വേണ്ടെടുത്ത് ആകെ 3 റൺസ് വിട്ടുകൊടുത്തിട്ട് 1 വിക്കറ്റും ദേശ്പാണ്ഡെ ഈ ഓവറിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നാന്ദ്രെ ബർഗറിന് പോലെയുള്ള ബോളർമാർക്കൊക്കെ ഓരോ ഓവറുകൾ ബാക്കി ഉണ്ടായിരുന്നപ്പോഴും തന്നിലേൽപ്പിച്ച വിശ്വാസം 100-ന് 120 മടങ്ങായിട്ട് തിരിച്ചു കൊടുത്തുകൊണ്ടാണ് ദേശ്പാണ്ഡെ റിയാൻ പരാഗിനോട് തന്റെ കടം വീട്ടിയിരിക്കുന്നത്. അവസാന ഓവറിൽ യോർക്കർ ആഫ്റ്റർ യോർക്കർ എറിഞ്ഞുകൊണ്ട് റഷീദിനാണെങ്കിലും റബാഡയ്ക്കാണെങ്കിലും അടിക്കാൻ പോലും പറ്റുന്നില്ല. ബോള് എന്താ പറയുക, കൃത്യമായ കൃത്യതയോടെ അത്രയും ആ ഒരു പ്രഷർ സിറ്റുവേഷൻസിൽ ഇതുപോലെ എറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും ആയ പോരാ. വെറുതെ അല്ല, ആ ഒരു പ്രകടനത്തിൽ ഹീറോ പെർഫോമൻസ് തുഷാർ ദേശ്പാണ്ഡെക്ക് കാഴ്ചവെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഗില്ലല്ലായിരുന്നു ഇന്ന് ക്യാപ്റ്റനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, റഷീദ് ഖാനായിരുന്നു. ഗില്ലിന് ആ നെക്ക് ഇഞ്ചുറിയുടെ ചെറിയ എഫക്റ്റുകൾ പിന്നെയും വന്നുകൊണ്ട് തന്നെ റഷീദായിരുന്നു ക്യാപ്റ്റനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ടോസ് ഇടാനായിട്ട് വന്നപ്പോൾ. പക്ഷേ ഈ കഴിഞ്ഞ IPL മത്സരങ്ങളിലൊക്കെ അപേക്ഷിച്ചിട്ട് ഇപ്രാവശ്യം ടോസ് നേടിയപ്പോൾ രാജസ്ഥാൻ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫ്ലാറ്റ് പിച്ചിൽ കുറെ കൂടി റണ്ണ് സ്കോർ ചെയ്യാനായിട്ട്, അതായത് സൂര്യവംശിയും ജയ്സ്വാളൊക്കെ അടങ്ങുന്ന ആ ഒരു ബാറ്റിംഗ് നിരക്ക് നല്ലൊരു സ്കോർ ഉയർത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം റിയാൻ പരാഗിന് ഉണ്ടായിരുന്നു. അവർക്ക് ആ ബോൾ ഇത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ടോസ് നേടിയതിനു ശേഷം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെയുള്ളൊരു തുടക്കം തന്നെയാണ് സൂര്യവംശി ആണെങ്കിലും ജയ്സ്വാളാണെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. സൂര്യവംശിയോട് നമുക്ക് പറയാനുള്ളത് ഇന്റർനാഷണൽ ബോളർമാർക്ക് കുറച്ചെങ്കിലും ഒന്ന് വില കൊടുക്കണമെന്നാണ്. അതായത് സ്കൂൾ പിള്ളേരെ അടിച്ചു ഓടിക്കുന്ന പോലെയാണ് സൂര്യവംശി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ജയ്സ്വാൾ കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചെങ്കിലും ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ ജയ്സ്വാൾ ഒട്ടും മോശമാക്കില്ല. രണ്ടുപേരും ചേർന്നിട്ട് 6 ഓവറിൽ 69 റൺസാണ് പവർ പ്ലേയിൽ അടിച്ചെടുത്തത്. അതിനുശേഷം ഒരു ബോളിംഗ് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് റഷീദ് ഖാൻ സ്വയം വരുന്നു. ആ റഷീദ് ഖാന്റെ ഓവറിൽ സൂര്യവംശിയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. അതായത് ആ ടേൺ ചെയ്ത് വന്ന ബോൾ ജഡ്ജ് ചെയ്യാനായിട്ട് സൂര്യവംശിക്ക് കാര്യമായിട്ട് പറ്റില്ല. ആ ഒരു ഓവറിൽ വിക്കറ്റ് പോവാണ് സൂര്യവംശിക്ക്. അതിനുശേഷം സൂര്യവംശിയുടെ വിക്കറ്റ് പോയെങ്കിലും ജുറലിനെ കൂട്ടുപിടിച്ചിട്ട് ജയ്സ്വാൾ അടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ജയ്സ്വാൾ 50 നേടിയതിനു ശേഷമായിരുന്നു ജയ്സ്വാൾ മടങ്ങിയത്. അതിനുശേഷം ഹെറ്റ്മയർ വന്നു. ഹെറ്റ്മയറിനെ രണ്ടാമത്തെ ബോളിൽ തന്നെ പുറത്താക്കാനായിട്ട് GTക്ക് പറ്റുമായിരുന്നു. അതായത് ഒരു ബൗൺസർ ബോള് വന്നത് കയ്യിൽ ഉരുമിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, ഗ്ലൗവിൽ ഉരുമിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അമ്പയർ വൈഡ് വിളിച്ചു റിവ്യൂ ചെയ്യാനായിട്ട് ബട്ട്ലർ ആയാലും ഫിലിപ്സ് ആണെങ്കിലും ഒരുപാട് പറഞ്ഞു. പക്ഷെ റഷീദ് ഖാൻ അത് എടുക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഔട്ടായിരുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് റീപ്ലേ നോക്കിയപ്പോൾ കാണാനായിട്ട് പറ്റി. പക്ഷെ അവിടെ നിന്ന് ഒരു 2 6ഉം 4 ഒക്കെ അടക്കം ഒരു നല്ലൊരു ക്യാമിയോ കളിച്ചിട്ട് ഹെറ്റ്മയർ ഔട്ടായി. 8 ബോളിൽ 18 റണ്ണാണ് ഹെറ്റ്മയർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരറ്റത്ത് ജുറൽ അങ്ങനെ തകർത്തടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. 42 ബോളിൽ 5 4ഉം 5 6 അടക്കം 75 റൺസ് എടുത്ത് മടങ്ങുമ്പോൾ RRന്റെ സ്കോർ ഓൾറെഡി 200 കടന്നിട്ടുണ്ടായിരുന്നു. 205 റണ്ണിലാണ് ലാസ്റ്റ് ഓവറിൽ ജുറലിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നത്. ആ ഓവറിൽ തന്നെ ലാസ്റ്റ് ബോളിൽ 4 അടിച്ചിട്ട് 210 എന്നുള്ള റണ്ണിലേക്ക് ജഡേജ സ്കോർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് ഇറങ്ങുമ്പോൾ രാജസ്ഥാനെ പോലെ തന്നെ ടോപ്പ് ഓർഡറിൽ തന്നെയായിരുന്നു ഗുജറാത്തിനും റിലയബിലിറ്റി. ഗില്ല് പോയതുകൊണ്ട് തന്നെ കുമാർ കുശാഗ്രയ്ക്ക് ഡെബ്യൂ മത്സരത്തിന് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുശാഗ്രയുടെ കൂടെ സായി സുദർശൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ലൊരു തുടക്കം തന്നെ GTക്ക് കിട്ടുന്നതായിട്ട് കണ്ടു. സുദർശൻ ആദ്യം തൊട്ട് തന്നെ അടിച്ച് കളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുശാഗ്ര ആണെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അധികം റൺസ് ഒന്നും കുശാഗ്രയ്ക്ക് എടുക്കാൻ പറ്റില്ല. ആദ്യത്തെ വിക്കറ്റിൽ രണ്ടുപേരും ചേർന്ന് 78 റൺസ് അടിച്ചപ്പോൾ 14 ബോളിൽ 18 മാത്രമായിരുന്നു കുശാഗ്രയുടെ കോൺട്രിബ്യൂഷൻ. അതിനുശേഷം ബട്ട്ലർ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട്ലറും അതുപോലെ തന്നെ സുദർശനും ചേർന്നിട്ട് നല്ല രീതിയിൽ കളിച്ചു വന്നപ്പോൾ 10 ഓവറിൽ 103 റൺസിന് 1 വിക്കറ്റ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ്. പക്ഷേ അവിടെയാണ് റിയാൻ പരാഗ് ആ തീരുമാനം എടുത്തത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ടുള്ള രവി ബിഷ്ണോയുടെ കയ്യിൽ ബോൾ ഏൽപ്പിക്കാൻ അവിടെ ബിഷ്ണോയ് പിന്നെ അവിടെ ഗുജറാത്തിന് യാതൊരു രീതിയിൽ ആക്സിലേഷൻ നടത്താനും അവരൊരു സ്കോറിങ്ങിൽ ഒരു മുന്നേറ്റം നടത്താനായിട്ടും വിചാരിക്കുമ്പോൾ തന്നെ വിക്കറ്റ് എടുത്തിട്ട് അവരെ പിന്നീടും ബാക്ക് ഫുട്ടിലേക്ക് ആക്കുന്നുണ്ടായിരുന്നു.
ആദ്യം തന്നെ സുദർശന്റെ വിക്കറ്റ് എടുത്തുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നീട് 3 വിക്കറ്റ് കൂടി എടുത്തിട്ട് 4 ഓവറിൽ 41 റണ്ണിന് 4 വിക്കറ്റാണ് മൊത്തം വിക്കറ്റ് സമ്പാദ്യം ബിഷ്ണോയുടെ. ഈ പ്രകടനം കൊണ്ട് തന്നെ T20 ക്രിക്കറ്റിൽ 200 വിക്കറ്റ് തയ്ക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യനായിട്ട് മാറിയിരിക്കുകയാണ് രവി ബിഷ്ണോയ്. സുദർശന്റെ വിക്കറ്റ് പോയെങ്കിലും ഒരറ്റത്ത് നിന്നിട്ട് ബട്ട്ലർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. 26 റൺസാണ് ബട്ട്ലർ എടുത്തിട്ടുണ്ടായിരുന്നത്. 14 ബോളിൽ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ അറ്റത്ത് വിക്കറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. വാഷിംഗ്ടൺ സുന്ദറിന്റെ വിക്കറ്റും ഗ്ലെൻ ഫിലിപ്സിന്റെ വിക്കറ്റ് എല്ലാം വളരെ ചീപ്പായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള രാഹുൽ തെവാട്ടിയുടെ കൂടെ കൂട്ടുചേർന്ന് അടിക്കാനായിട്ട് വിചാരിച്ചപ്പോഴും ബട്ട്ലറിന്റെ വിക്കറ്റ് പോയി. ഗുജറാത്തിന്റെ പ്രതീക്ഷ ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായപ്പോഴാണ് അവർ പ്രസീദ് കൃഷ്ണനെ സബ് ചെയ്തിട്ട് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഷാറുഖ് ഖാനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷാറുഖ് വന്നതിന് ശേഷം ഒരു 6ഉം 4ഒക്കെ അടിച്ചിട്ട് നല്ലൊരു തുടക്കം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. തെവാട്ടിയും ചേർന്ന് ഇവർ രണ്ടുപേരും GTനെ വിജയത്തിലേക്ക് നയിക്കുന്നു തന്നെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അവിടെ വീണ്ടും ബിഷ്ണോയ് വന്നു. ബിഷ്ണോയ് തെവാട്ടിയുടെ വിക്കറ്റ് ആ ഓവറിലെടുത്തു. ആ ഓവറിൽ തന്നെ അനാവശ്യമായിട്ട് ഓടിച്ച് ഷാറുഖ് ഖാൻ വിക്കറ്റ് കളയാണ് ചെയ്തത്. റൺഔട്ട് ആവായിരുന്നു. ജഡേജയുടെ കയ്യിൽ ബോൾ കിട്ടിയിട്ട് അനാവശ്യമായിട്ട് റണ്ണിന് ഓടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിക്കറ്റ് പോകും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഷാറുഖ് ഖാൻ അത് ആലോചിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഷാറുഖ് ഖാന്റെ വിക്കറ്റ് പോകുന്നതോടുകൂടി 15 ഓവറിൽ 161 റൺസിന് 7 വിക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് ഗുജറാത്ത് ഒന്ന് തകർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് റാഷിദ് ഖാനും റബാഡയും കൂടിയിട്ട് ആ ഒരു റെസ്ക്യൂ പ്രവർത്തനം തുടങ്ങിയിട്ട് അവസാന ഓവർ വരെ കളി എത്തിച്ചത്. പക്ഷെ അവസാന ഓവറിൽ അവർക്ക് കാലിടറി. അതുവരെ അടിച്ച് കളിച്ചുകൊണ്ടിരുന്ന അവർക്ക് ആ ഒരു ഓവറിൽ അടിക്കാൻ പറ്റില്ല. അതിലും ഭേദം തുഷാർ ദേശ്പാണ്ഡെ അടിക്കാൻ സമ്മതിച്ചില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അത്രയും കിടിലം ബോളിംഗ് പ്രകടനമായിരുന്നു ആ ഒരു ഒറ്റ ഓവറിൽ തുഷാർ ദേശ്പാണ്ഡെ കാഴ്ചവെച്ചത്. അത് തന്നെയായിരുന്നു കളി രാജസ്ഥാന്റെ കയ്യിലേക്ക് എത്തിച്ചത്. അങ്ങനെ 6 റൺസിന്റെ ഒരു കിടിലം വിജയം തന്നെയാണ് ഈ ഒരു ത്രില്ലർ മത്സരത്തിൽ രാജസ്ഥാൻ നേടിയെടുത്തത്. അങ്ങനെ അവർ ആദ്യത്തെ 2 കളി ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്. ഗുജറാത്ത് ആണെങ്കിൽ അവരുടെ ആദ്യത്തെ 2 കളിയും തോറ്റുകൊണ്ടാണ് തുടങ്ങിയത്. സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സഞ്ജുവിനെ പോലുള്ള താരങ്ങൾ അവർക്ക് നഷ്ടമായെങ്കിലും റിയാൻ പരാഗിന്റെ നേതൃത്വത്തിൽ അവരൊരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. രാജസ്ഥാന് ഇതേ രീതിയിലുള്ള പ്രകടനങ്ങൾ തുടർന്നിട്ട് അവരുടെ ആ ഒരു 2ാമത്തെ കപ്പ് എന്ന സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് പറ്റുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.